2025-26 യൂണിയൻ ബഡ്ജറ്റിലേക്ക് ഒന്ന് എത്തി നോക്കാം. ആകെ വരുമാനം 34.96 ലക്ഷം കോടി. ആകെ പ്രതീക്ഷിത ചിലവുകൾ 50.65 ലക്ഷം കോടി. കണക്കാക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് 15.68 ലക്ഷം കോടി. ₹1 വരുമാനത്തിൽ പല വിഭാഗങ്ങളിലായാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വരുമാനം നികുതി വരുമാനവും നികുതി ഇതര വരുമാനവുമാണ്. ഇതിനു പുറമെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യാനുള്ള കടമെടുപ്പും മറ്റൊരു വരുമാന മാർഗമായാണ് കണക്കാക്കുന്നത്. ആകെ ₹1 നമ്മൾ കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 17 പൈസയോളം കോർപ്പറേഷൻ ടാക്സിലാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇത് 22 പൈസ ഇൻകം ടാക്സിലും 4 പൈസയോളം കസ്റ്റം ടാക്സിലും എക്സൈസ് ഡ്യൂട്ടീസായിട്ട് 5 പൈസയും ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ 18 പൈസയുമാണ് വരുന്നത്. നോൺ ടാക്സ് റെസീറ്റ്സ് 9 പൈസയും നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീറ്റ്സ് 1 പൈസയുമാണ് ഉള്ളത്. ബാക്കിയുള്ള 24 പൈസ വരുന്നത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിലാണ്. അതായത് ആകെ തുക എടുത്തു നോക്കിയാൽ 24% റെസീറ്റ്സ് വരുന്നത് ബോറോയിങ്സിലാണ്. ഏറ്റവും അധികം മറ്റ് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ 22 പൈസയാണ് ഇൻകം ടാക്സിലൂടെ വരുന്നത്. ഇൻകം ടാക്സിലൂടെ വരുന്ന വരുമാനത്തിനേക്കാളും കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ള ബോറോയിങ്സ് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായത്. ഇനി ഈ ₹1 വരുമാനം ലഭിക്കുമ്പോൾ ഈ ₹1 ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ചിലവ് വരുന്നതെന്ന് നോക്കാം. അവിടെയും സുപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബോറോയിങ്സിനെ ഫിനാൻസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റാണ് വളരെ പ്രധാനമായ ഒരു ചിലവ്. 20 പൈസയോളം ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഇനത്തിൽ ചിലവ് വരുന്നുണ്ട്. ₹1 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ ഫിനാൻസ് ചെയ്യാനുള്ള ചിലവാണ് 20% വരുന്നത്. 16 പൈസയോളം വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീമുകളിലാണ്. ഡിഫൻസ് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ചിലവുകളാണ് ഈ 16 പൈസ എന്ന് പറയുന്നത്. അപ്പോൾ 36 പൈസ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനും സെൻട്രൽ സെക്ടർ സ്കീമുകൾക്കുമായി ചിലവാക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാനുള്ള ഷെയർ എന്ന് പറയുമ്പോൾ 22 പൈസയോളമാണ് വരുന്നത്. ഭൂരിഭാഗം ഈ 3 വിഭാഗങ്ങളിലായിട്ടാണ് പ്രധാന എക്സ്പെൻസുകൾ, അതായത് പ്രധാന ചിലവുകളെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് വരുന്നത്. മറ്റ് മേഖലകളായി പെൻഷൻ ഇനത്തിൽ 4 പൈസയും അതർ എക്സ്പെൻഡിച്ചറായി 8 പൈസയും സെൻട്രലി സ്പോൺസേഡ് സ്കീമായി 8 പൈസയും ഡിഫൻസ് മേഖലയിലേക്ക് 8 പൈസയും ബാക്കിയുള്ള ഇതര ചിലവുകളുമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഇതര വിഭാഗങ്ങളിലായി സബ്സിഡിയും ഫിനാൻസ് കോസ്റ്റും ഫിനാൻസ് കമ്മീഷനുമൊക്കെയായി ചിലവഴിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ₹1 വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും വിഭജന അനുപാതം.